വളരെ എളുപ്പത്തിൽ കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ കൂടുതൽ സദ്യ വിഭവങ്ങൾക്കായി പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. കുതിർത്തിയെടുത്ത കടലയിലേക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചക്കായും ചേനയും ആണ് കേട്ടോ. പച്ചക്കായും ചേനയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ കുക്കറിൽ അരിഞ്ഞു വെച്ച ചേനയും പച്ചക്കായും മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് വേവിച്ച് വെച്ച കടലയും ഞാൻ കുറച്ച് സോയാബീനും കൂടെ ചേർക്കുന്നുണ്ട്. സോയാബീൻ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി കുറച്ച് ശർക്കരയും അതുപോലെ തേങ്ങയുടെ അരപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ഉഴുന്നുപരിപ്പും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതിലേക്ക് തേങ്ങ ചിരകിയതും ചേർത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. റെഡിയാക്കി വെച്ച നമ്മുടെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ കൂട്ടുകറി റെഡിയാണ് കേട്ടോ.